ഹലോ ഗൈസ്, നമ്മളിന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത് നമ്മൾ റീപ്ലേസ്മെൻറ്റിന് കൊടുത്ത ഹെഡ്സെറ്റ് വന്നിട്ടുണ്ട് ബ്രാൻഡ് ന്യൂ. അതിൻ്റെ ഫസ്റ്റ് റിവ്യൂ ആണ് നമ്മൾ നോക്കുന്നത്. എങ്ങനെയുണ്ട് പ്രൊഡക്റ്റ്, റീപ്ലേസ്മെൻറ്റ് എങ്ങനെ കൊടുക്കാമെന്നുള്ളതിൻ്റെ ഫസ്റ്റത്തെ വീഡിയോ ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ ഈ ഐ ബട്ടണിൽ കൊടുക്കാം. പിന്നെ ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് ഈ മൈക്ക് വെച്ചിട്ടാണ്. ഇതിൻ്റെ വീഡിയോയും ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്കും ഞാൻ ഒന്നല്ലേ കമൻറ്റ് ബോക്സിലോ അല്ലെങ്കിൽ ഐ ബട്ടണിലോ കൊടുക്കാം. നമുക്കിത് അൺബോക്സ് ചെയ്യാം ഗൈസ്. ഇത് റീപ്ലേസ്മെൻറ്റിൻ്റെ പാർട്ടിത്തെ രണ്ടാമത്തെ വീഡിയോ ആണ്. ഇതാണ് അവസാനത്തെ വീഡിയോ. ആദ്യത്തെ വീഡിയോയിൽ നമുക്ക് ആവശ്യമുള്ള ഡോക്യുമെൻറ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു പറഞ്ഞത്. എങ്ങനെ അയച്ചു കൊടുക്കാമെന്നും സർവീസ് സെൻ്ററിൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെ കണ്ടുപിടിക്കാമെന്നുള്ളതൊക്കെ കാര്യങ്ങളും ബില്ലിൻ്റെ ഡീറ്റെയിൽസൊക്കെ ആയിരുന്നു നമുക്ക് പറഞ്ഞത്. ഇന്ന് ഇപ്പോൾ 14 ദിവസത്തിന് ശേഷമാണ് ഈ റീപ്ലേസ്മെൻറ്റ് ചെയ്തിട്ടാണ് ഈ പ്രൊഡക്റ്റ് കിട്ടിയത്. അതിൻ്റെ ഉള്ളിൽ എനിക്ക് എന്തൊക്കെ ചെയ്യേണ്ടി വന്നു എന്നുള്ള കാര്യം ആണ് ഇപ്പോൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ ഗൈസ്, ആദ്യം ഇപ്പോൾ ആ വീഡിയോ നമുക്ക് കണ്ടിട്ട് വരാം. അത് നമ്മുടെ ഈ പ്രൊഡക്റ്റ് കൊടുത്തതിന് ശേഷം ഒരു 2 ദിവസത്തിനുള്ളിൽ സർവീസ് സെൻ്ററിൽ നമ്മുടെ ചേട്ടൻ വിളിച്ചു എന്താ പ്രോബ്ലം, അത് വർക്കാവുന്നുണ്ടോ അതോ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മളുടെ കമ്മ്യൂണിറ്റി ചെക്ക് ചെയ്തതിനു ശേഷം ഒരു സർവീസ് ജോബ് ഷീറ്റ് ഉണ്ടാക്കി കമ്പനിക്ക് അയച്ചു റീപ്ലേസ്മെൻറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട്. അതിൻ്റെ ഒരു കോപ്പി നമുക്ക് അയച്ചു. അതിനുശേഷം പിന്നെ വെയിറ്റിംഗ് പീരീഡ് ആയിരുന്നു. ഏകദേശം 14 ദിവസം വരെ വെയിറ്റ് ചെയ്ത് വന്നു. അതിനൊക്കെ പ്രൊഡക്റ്റ് വന്നപ്പോൾ അവർ നമ്മൾ കോൺടാക്ട് ചെയ്തു, എന്താ ചെയ്യേണ്ടത്, കൊറിയർ ചെയ്യാൻ വേണ്ടതെന്നൊക്കെ. നമ്മൾ തൃശ്ശൂർ സർവീസ് സെൻ്റർ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് കൊറിയർ ചെയ്യേണ്ട ആവശ്യം വന്നു. അവർ 200 രൂപ ഒരു ചിലവും അല്ലാണ്ട് വേറെ ഒരു അഡീഷണൽ ചിലവുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഈ ബോക്സ് ഓപ്പൺ ചെയ്യാൻ പോവാണ്. നല്ല പാക്കേജിലാണ് വന്നേക്കുന്നത്. ജസ്റ്റ് നമുക്കൊന്ന് വേഗത്തിൽ പൊളിക്കാം. നിങ്ങൾ ഈ ഭാഗം ഒന്ന് സ്പീഡാക്കി തരാം. ഗൈസ്, നമ്മൾ പ്രൊഡക്റ്റ് വന്നിട്ട് റീപ്ലേസ്മെൻറ്റ് ചെയ്തിട്ട് നമുക്കതൊന്ന് ഓപ്പൺ ചെയ്തിട്ട് റിവ്യൂ നോക്കാം. ഇതാണ് ഗൈസ് നമുക്ക് റീപ്ലേസ്മെൻറ്റിൽ പുതിയ പ്രോഡക്റ്റ് ബ്രാൻഡ് ന്യൂ ആണ്. നമുക്കൊന്ന് ഓണാക്കി നോക്കാം. ഇതിൻ്റെ പവർ ഓൺ ആവുന്നില്ല എന്നായിരുന്നു പ്രോബ്ലം. നമുക്ക് പവർ ബട്ടണിലൊന്ന് നോക്കാം. ചാർജ് കുത്തിച്ചിട്ട് ഓൺ ആവാത്തതായിരുന്നു പ്രോബ്ലം. അത് മാറ്റിയിട്ടുണ്ട്. ഗൈസ് ഓക്കെ ഉണ്ട്. ബ്ലൂടൂത്ത് ഓഡിയോ വന്നിട്ടുണ്ട്. ഇതായിരുന്നു ഇതിന് പ്രോബ്ലം ഉണ്ടായിരുന്നത്. അപ്പോൾ ഗൈസ്, ഇത്രയേ ഉള്ളൂ നമ്മളെ വീഡിയോ. ഇതാണ് നമുക്ക് റീപ്ലേസ്മെൻറ്റ് കിട്ടിയ പ്രോഡക്റ്റ്. ഇതിൻ്റെ കഴിഞ്ഞൊരു ഫുള്ളായിട്ടുള്ള അൺബോക്സിങ്ങും യൂസർ റിവ്യൂ ഒക്കെ ഞാൻ അടുത്തതായി വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാം. അതുവരെ നമുക്ക് ഗുഡ് ബൈ. ഓക്കെ, ബൈ.